Good evening, ma'am. Good evening. Okay, so we can start. Please. Good evening, ma'am. Good evening. Good evening. Who all are the leaders? No one. Leaders ആരുമില്ലേ? Yes, please. Can start with the prayer. Okay, please. രണ്ടാഴ്ചയെ കമ്മിറ്റി ഫോർമേഷൻ ഉണ്ടായുള്ളൂ. മാം പ്രയർ ചെല്ലട്ടെ. Yes, prayer, please. All things bright and beautiful, all creatures great and small, all things wise and wonderful. The Lord God made them all, each little flower that opens, each little bird that sings. God made their glowing colors and made their tiny wings, all things bright and beautiful, all creatures great and small. Okay. So, thought of the day and signing. നിങ്ങൾക്ക് എന്നാ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ ആ ഒരു കമ്മിറ്റി ഫോം ചെയ്തപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചർ ഓർഡർ ഒക്കെ മാറിയത്? സ്പോണ്ടേനിയസ് ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ തന്നെയാണ്. മാം, ആരുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ തോട്ട് ഫോർ ദ ഡേയും സൈനിനും കമ്പൈൻ ചെയ്തു പറയാം. ഓക്കെ, ഫൈൻ. ഞാൻ ഇന്നൊരു യൂട്യൂബിലൊരു ഡോക്ടർ സ്പീച്ച് കണ്ടു, അപ്പൊ എനിക്കത് ഷെയർ ചെയ്യണം തോന്നി. അപ്പൊ ഫസ്റ്റ് ലെറ്റ് മീ ടെൽ ദ തോട്ട് ഫോർ ദ ഡേ. Believe you can and you are halfway there. And sorry, let me welcome all our teacher and our ma'am and my dear friends. I am Sujata, today's signing in by myself. How to stay away from negative people and negative thoughts. That is the point which I wish to share with all of you. അപ്പൊ നമ്മളെല്ലാവരും ഒരു ഒരു എന്താ പറയാ, ഒരു ഷെല്ലിന്റെ ഉള്ളിലാണ്. അവിടുന്ന് പുറത്തേക്ക് വരാൻ ആരും തയ്യാറാവണില്ല, നമ്മുടെ ക്ലാസ്സിൽ പ്രത്യേകിച്ച്. എല്ലാവർക്കും എന്തൊക്കെയോ ഒരു അപ്പൊ ആ തോട്ട് ഫോർ ദ ഡേ അത് തന്നെയാണ്. ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ. നമ്മൾ ഹാഫ് വേയിലും അധികം കഴിഞ്ഞു, ഇനിയും ആരും ആ ഷെല്ലിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല. അപ്പൊ ഹാപ്പിനെസ് ഇസ് എൻജോയിങ് ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ്. നമ്മളൊരു ചെറിയ കാര്യം ചെയ്താലും അതിൽ നമ്മൾ ഹാപ്പിനെസ് കാണുക. ഇപ്പൊ ഞാൻ ഒരുപാട് അങ്ങനെ ഒരു 10-21 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോ
ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. അപ്പൊ എനിക്ക് ഒരുപാട് ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം അത് മാറ്റണം എന്നുണ്ടെങ്കിൽ. ഒരാൾക്കും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് മാറേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ അതില് ആ ഡോക്ടർ പറയണ കാര്യങ്ങള്, നെഗറ്റീവ് പീപ്പിളിനും നെഗറ്റീവ് തോട്ട്സ് നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കണം. വി ഷുഡ് ബി സെൽഫ് അവെയർ ഓഫ് അവർ സെൽഫ്. അതായത് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക. നമ്മുടെ പോസിറ്റീവ്സ് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കി വെക്കണം. പക്ഷെ നമ്മുടെ സ്ട്രെങ്ത്തും പോസിറ്റീവ്സും നമ്മൾ എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്ത് വെക്കണം. വേറെ ഒരാള് നമ്മളെ അത് നമ്മുടെ നെഗറ്റീവ്സ് പറയാൻ വന്നാലും നമ്മൾ അതിലൊരിക്കലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത്. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കരുത്. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്. നമ്മൾ എന്തും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ച് നമ്മൾ ചെയ്യണം. നമ്മൾ ആദ്യം നമ്മളിൽ തന്നെ ബിലീഫ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ എപ്പോഴും നമ്മളെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ പോസിറ്റീവ്സിനെ നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. നെഗറ്റീവ്സിനെ പതുക്കെ പതുക്കെ നമുക്ക് മാറ്റി ഓരോ സ്റ്റെപ്പും ഫോർവേഡ് വെച്ച് വരണം നമ്മൾ. ദെൻ മേക്ക് എൻ ഇമോഷണൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം. നമ്മളെ ഒരു ഗ്യാപ്പ് അവരായിട്ട് എപ്പോഴും, നമ്മളുടെ അടുത്ത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഒരു ചെറിയ ഗ്യാപ്പ് ആദ്യം നമ്മൾ തന്നെ ഫോം ചെയ്യണം. എന്നിട്ട് നമ്മളുടെ നെഗറ്റീവ്സ്, ഇപ്പൊ ചില ഫ്രണ്ട്സ് നമ്മുടെ ചെറിയ ചെറിയ മൈന്യൂട്ട് നെഗറ്റീവ്സ് പോയിന്റ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ നല്ലതിനാണോ പറയണേ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് മാറ്റാൻ ശ്രമിക്കണം. പക്ഷെ ഇന്നത്തെ സൊസൈറ്റി എങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് അല്ല കാണുക, അതിൽ നെഗറ്റീവ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ഇമോഷൻസിനെ നമ്മളെപ്പോഴും അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. അത് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും അങ്ങനെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ കണ്ണടച്ചൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ആ ഡീപ്പ് ബ്രെത്ത് എടുക്കുമ്പോൾ എല്ലാ പോസിറ്റീവ്സും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന വിധത്തിലും തിരിച്ച് അത് എക്സെയിൽ ചെയ്യുമ്പോൾ എല്ലാ നെഗറ്റീവ്സും പുറത്തേക്ക് പോകുന്ന ആ ഒരു സങ്കല്പത്തോടു കൂടി നമ്മൾ അത് ചെയ്യണം. അങ്ങനെ നമ്മൾ ആ ഫുൾ നമ്മുടെ ഇൻപുട്ട് അതിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ എക്സെയിലോട് കൂടി നമ്മുടെ എല്ലാ നെഗറ്റീവ്സും പോയിട്ടുണ്ടാവും. അപ്പൊ നെഗറ്റീവ്സ് ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല, പോസിറ്റീവ്സ് മാത്രമേ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ ഓരോ ചെറിയ അച്ചീവ്മെന്റ്സും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണം നമ്മുടെ ലൈഫിൽ. നിസ്സാരമായിട്ടൊരു ഒരു കാര്യം ചെയ്യായിരിക്കും, പക്ഷെ ഇപ്പൊ എന്തെങ്കിലും നമുക്കൊരു ഇപ്പൊ ഇത് തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും നല്ല രീതിക്ക് നമ്മൾ ചെയ്യാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില് ഇപ്പൊ നമ്മുടെ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഷെയർ ചെയ്യണം തോന്നി. നമ്മളുടെ അടുത്ത് നമുക്കൊരു നെഗറ്റീവ് തോട്ട് വന്നാൽ നമ്മൾ ഡോക്ടർ പറയുന്നത് 5 4 3 2 1 റൂൾ, മാം അത് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അതായത് പറയുന്നത് അതൊരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാന്നാ പറയുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് ഉള്ളിൽ കയറാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ബുക്കിൽ നമുക്ക് ചെയ്യാം. 5 കാര്യം, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ നമ്മൾ എഴുതുക. അതുപോലെ 4 കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ എഴുതുക. പിന്നെ കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എഴുതുക. സ്മെല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എഴുതുക. ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 കാര്യം എഴുതുക. ഇതൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടാവും എന്നാ പറയണത്. ഇത് ഡോക്ടേഴ്സും സയന്റിസ്റ്റും ഒക്കെ അവര് വർക്ക് ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു സെഷനിൽ ഞങ്ങൾക്ക് തരുന്നൊരു തെറാപ്പി. മൈൻഡ്ഫുൾ എക്സസൈസ് ഞാൻ ഇന്ന് കേട്ടുള്ളൂ, അപ്പൊ എനിക്കത് ഷെയർ ചെയ്യണം തോന്നി. അതൊരു മൈൻഡ്ഫുൾ എക്സസൈസ് ആണെന്ന് പറയണത്. അത് ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്യണോടുകൂടി നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് പോകുന്ന പറയണത്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞത് 90 സെക്കൻഡ്. പിന്നെ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ വാക്കില് ഫസ്റ്റ് എസ്സിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ സ്റ്റോപ്പ് എന്നുള്ളതിൽ ഫസ്റ്റ് എസ് പറയുന്നത് സ്റ്റോപ്പ് വാട്ട് യുവർ തിങ്കിങ്. നമുക്കൊരു നെഗറ്റീവ് തോട്ട് വന്നാൽ അത് അപ്പൊ തന്നെ നമ്മൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്തത് ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്. ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. എന്നിട്ട് സ്റ്റോപ്പില് പറയുന്നത് ഒബ്സർവ് അവർ ഇമോഷൻസ്. നമ്മുടെ തോട്ട്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അതായത് നമ്മുടെ നല്ല കാര്യങ്ങൾ അത് മാത്രം നമ്മൾ തിങ്ക് ചെയ്യുക. പ്രൊസീഡ് വിത്ത് എ ഗുഡ് ഇന്റൻഷൻ. നമ്മൾ അത് നല്ല ഇന്റൻഷനോട് കൂടിയാണ് ചെയ്തത് എന്ന് തന്നെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ വാക്ക് അങ്ങനെയാണ് അവർ മീൻ ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഒരു 90-second റൂള് പറയുന്നുണ്ട്. ഇതൊരു ന്യൂറോ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. നമ്മളുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് ഇമോഷൻ കയറണമെങ്കിൽ ഒരു 90 സെക്കൻഡ് എടുക്കുന്ന പറയുന്നത്. അപ്പൊ അത് കയറാതിരിക്കാൻ ഈ 90 സെക്കൻഡ് നമ്മൾ ഡീപ് ബ്രെത്ത് ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഡീപ് ബ്രെത്ത് എടുക്കുക, എക്സേൽ ചെയ്യുക, ഇൻഹേൽ എക്സേൽ, അങ്ങനെ ഒരു 90 സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് തോട്ട് പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പ്രാക്ടീസസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. നെഗറ്റീവ് പീപ്പിൾസിനെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എനിക്ക് ഷെയർ ചെയ്യണം തോന്നിയത്. ഓൾവേസ് സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സുജാത. നമ്മുടെ പ്രിയ സെയിം വീഡിയോ ഇന്ന് തന്നെ കണ്ടു എന്ന് പറഞ്ഞത് കോൺസ്റ്റൻസ്. ഓക്കെ, നല്ലൊരു തെറാപ്പി തന്നെയാണത്. ഞാൻ ഇങ്ങനെ റീകളക്ട് ചെയ്യുവാണ് കേട്ടോ. ഫസ്റ്റ് ബാച്ച് മോണ്ടിസോറി കുട്ടികൾ വന്നത്, അവര് ലൈക്ക് ഭയങ്കര ഒരു മെച്വർ അങ്ങനെ ഒരു കുട്ടികളാണ് അവര്. ഭയങ്കര ഒരു സ്പേസ് അവര് നമുക്ക് ഇങ്ങനെ തരുന്നത്. അങ്ങനെ ഭയങ്കര അഗ്രസീവ് അല്ല, അഗ്രസീവ്നെസ് ഇല്ല, അങ്ങനെ ഇരിക്കും, നമ്മൾ പറയുന്ന കേൾക്കും, അങ്ങനെ രീതിയിലുള്ളത്. സെക്കൻഡ് ബാച്ച് വന്നു, അതില് പക്ഷെ വളരെ കുറച്ച് പേര് ജോയിൻ ആയുള്ളൂ. ഐ തിങ്ക് സം ഓഫ് ദം ആർ ഇൻ ദിസ് ബാച്ച്. ആ സെക്കൻഡ് ബാച്ച് ആണ് നിങ്ങളുടെ ബാച്ചോട് മേർജ് ആയിട്ടുണ്ട്. എസ്തർ ഒക്കെ ഉണ്ട്. എസ്തർ ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, കാണുന്നില്ല എസ്തറിനെ ഒന്നും. എസ്തറിനൊക്കെ എന്ത് പറ്റിയെന്തോ. ഓക്കെ, സോ അവരെന്ന് പറഞ്ഞാൽ സച്ചേ പാവം ഗ്രൂപ്പ് എന്ന് വെച്ചാല്, ഞാൻ വേണമെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങിക്കോ, ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഒരു പാവം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നിങ്ങൾ വന്നപ്പോഴല്ലേ ടെമ്പോ മാറിയത്. ഭയങ്കര വൈബായിരുന്നു. ഞാൻ ദിവസം അത് എപ്പോഴും പറയും, നല്ലൊരു ക്ലാസ്സിലേക്ക് കയറി വരാൻ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. മറ്റേ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞേ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ടെമ്പോ അത് ഭയങ്കരമായിരുന്നു. അത് കൺസിസ്റ്റന്റ് ആയിരുന്നു കുറെ കാലം വരെ. അതുകൊണ്ട് അതിന്റെ അർത്ഥം അലീന ഉണ്ടായിരുന്നു. എസ്തർ ഇല്ലേ അലീന? ഇപ്പൊ എസ്തർ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ആ പേര് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. എസ്തർ ഉണ്ട്, പക്ഷെ ആള് നല്ല ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കോണ്ടാക്ട് ഇല്ല, എന്താന്ന് അറിഞ്ഞില്ല. ആണോ? ക്ലാസ് കാണുന്നുണ്ടോ അങ്ങനെ വല്ലോ? ക്ലാസ് ഇതിനകത്ത് കണ്ടിട്ടില്ല. ഇന്നൊന്ന് വിളിച്ചു നോക്കൂ. പിന്നെ വേറെ ആരൊക്കെയായിരുന്നു അലീന ഉണ്ടായിരുന്നേ? ധന്യ ഉണ്ട്, ധന്യ വിജേഷ് ഉണ്ട്. ഓക്കെ, ആരെങ്കിലും പൊഴിഞ്ഞു പോയോ? ഒരാള് മാത്രം ഡ്രോപ്പ് ചെയ്ത് പോയായിരുന്നു. രാഖി എന്നെന്തോ തോന്നുന്നു പേര്. ഓക്കെ, ഫൈൻ. ഫാത്തിമ ടീച്ചറായി. ആരാ ടീച്ചറായത്? ഫാത്തിമ സജ്ന. ടീച്ചറായി വർക്ക് ചെയ്യുന്നുണ്ട്. എസ്തർ വർക്ക് ചെയ്യുന്നുണ്ട്. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ അതോ കാണുന്നുണ്ടായിരിക്കും അല്ലെ? കാണുന്നുണ്ടെങ്കിൽ എസ്തറിന് എല്ലാ ബെസ്റ്റ് വിഷസ്. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ബാച്ച് വന്നപ്പോ അങ്ങനെയായിരുന്നു. നിങ്ങളുടെ ബാച്ച് വരെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കുറെ കാലം. അതിനുശേഷം വേറെ അടുത്ത ബാച്ചുകളൊക്കെ വന്നു, പകലത്തെ ബാച്ച്. അതിലൊന്നും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നില്ല ക്ലാസ്. പക്ഷെ ശരണ്യ മാം പോയി കഴിഞ്ഞപ്പോഴേക്കും ഇച്ചിരി ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ഞാൻ എടുക്കാൻ തുടങ്ങിയത്. ഫോർത്ത് ബാച്ച് MT4, MT5, MT6, MT7 നിൽക്കുകയാണ്. MT8, 9, 10, 11 ഒക്കെ ആയെന്ന് തോന്നുന്നു. പക്ഷെ 7 വരെ ഞാൻ എടുക്കുന്നത്. 7 എന്ന് പറഞ്ഞ് ബാച്ചാണ് കേട്ടോ. നിങ്ങളുടെ ആദ്യകാലം എനിക്ക് ഓർമ്മ വരുന്നത് 7 എത്തിയപ്പോ ഭയങ്കര എന്താ വെച്ചാല് ഒരു ഒന്നിനൊന്ന് അവര് എന്താ ഞങ്ങൾ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എനർജി, എന്താ പറയാ, എനർജി സോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു 1 month, ഏകദേശം ഒരു 3 weeks ക്ലാസ് കഴിഞ്ഞപ്പോ, എനിക്ക് 2 ക്ലാസ് അവർക്ക് ആഴ്ചയിലുണ്ട്, കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഡൗൺ ആയി. അധികം സംസാരമൊന്നുമില്ല. ഞാൻ ഓർത്തത് എന്താ പറ്റിയോ, എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം പെട്ടെന്നാണ് അവർക്കിപ്പോ പാർട്ട് 1 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. മോഡ്യൂൾ 1 യൂണിറ്റ് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവർക്ക് ഇത് എന്ത് പറ്റിയെന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും. അവരോട് ചോദിച്ചിട്ടും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് എന്റെ ഒരു മിസ്റ്റേക്ക് കാരണം. എന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കും. ടോപ്പിക്സ് അപ്പൊ ഒരു സൈഡിൽ കിടക്കും. ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞു അവര് പകലായതുകൊണ്ട് വർക്ക് ചെയ്യണവരുണ്ട്. മാമിന്റെ ക്ലാസ് വരുമ്പോ 1 hour എങ്ങനെയെങ്കിലൊക്കെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് അതിന് പെർമിഷൻ ഒക്കെ വാങ്ങി അവര് റെഡിയായി വന്നിരിക്കുമ്പോ ക്ലാസ് ടോപ്പിക്സ് അധികം കവർ ആവുന്നില്ല. പിന്നെ റെക്കോർഡ് ക്ലാസ് അപ്പോഴും ഞാനത് ചിന്തിക്കുന്നത് കേട്ടോ. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും അവരും ഇതുപോലെ വരുന്നവരല്ലേ. ക്ലാസ് ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, ഡിസ്കഷൻസ് ഒന്നും.
അങ്ങനെ വന്നപ്പം അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെ കമ്മിറ്റി ഫോം ചെയ്യാമെന്നും നമ്മൾക്ക് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാമെന്നും അങ്ങനെ ഒരു രീതിയിൽ. അങ്ങനെ വന്നപ്പം ഈ ബാച്ചില് ഇച്ചിരി ഒരു എൽഡർ ആയിട്ടുള്ള സോഷ്യൽ വർക്കർ ഒക്കെ ആയിട്ട് കുറെ കാലം വർക്ക് ചെയ്തിരുന്ന ഒരു മാഡം അവരെന്നോട് പറഞ്ഞു, മാം പലർക്കും ഇതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് ഇവരെങ്ങനെ തളർത്തുവാന്ന്. സെയിം ക്ലാസ്സിൽ തന്നെയുള്ള കുറച്ച് പേര് ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നു. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല, അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സൈലന്റ് ആയി പോയെന്ന് പറഞ്ഞു ഗ്രൂപ്പ്. അപ്പൊ ഞാനൊരു സെഷൻ അങ്ങ് എടുത്തു അവർക്ക്. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് അവരെല്ലാരും ഒരുപോലെ മേർജായി. ഈ പറഞ്ഞ തളർത്തിയവരും വളർന്നവരും പരസ്പരം വളർത്താൻ തുടങ്ങി. അവരിപ്പോ പഴയ ടെമ്പോനേക്കാളും നല്ല ഹൈ ലെവലിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അങ്ങനെയാ വേണ്ടേ, ഒപ്പം വളരുക, നമ്മൾ വളരുക, ഒപ്പമുള്ളവരെ വളർത്തുക, തളർത്തുകയല്ല വേണ്ടത്. ലൈക്ക് പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്. ഞാൻ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ടെൻഷൻസും സ്ട്രെസ്സും ഉള്ളവരുണ്ട്. അപ്പൊ എനിക്കും ഉണ്ട്. ഞാൻ ഈ ഒരു 1 hour വന്നിരിക്കുമ്പോ എനിക്ക് സ്ട്രെസ് റിലീവിങ് ആണ് ശരിക്കും. അപ്പൊ ഇങ്ങനെ ക്ലാസ് റൂമിൽ ആരും മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് വരണോ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. അപ്പോ വന്ന് നമ്മൾ 1 മണിക്കൂർ പോകുന്നത് നമ്മളെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് റിലീഫ് നമുക്ക് അവിടെ നടക്കുക. നമ്മൾ മെഡിസിൻ ഒന്നും എടുക്കണ്ട, നമുക്ക് ഡിപ്രഷന് മെഡിസിൻ കഴിക്കണ്ട, സ്ട്രെസ് മാറാൻ മെഡിസിൻ കഴിക്കണ്ട, ആൻസൈറ്റിക്ക് മെഡിസിൻ കഴിക്കണ്ട. ഇത് തന്നെ മതി, ഈ ഒരു ഗ്രൂപ്പ് തന്നെ മതി നമുക്ക് സ്ട്രെസ് റിലീഫ് ആകാനായിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നിങ്ങൾ എല്ലാരും തമ്മിൽ. ഏപ്രിൽ എന്ന് പറയാൻ അധികം സമയമൊന്നുമില്ല. സോ മാക്സിമം യൂസ് ദ ടൈം. സാറ്റർഡേ ഞാൻ ഒരു എക്സ്ട്രാ വെക്കുന്നുണ്ട്, കാരണം 14th നമുക്ക് ടോപ്പിക് കവർ ചെയ്തിട്ട് എക്സാം 21st എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ടീച്ചറെ 21st-നാണോ? സാറ്റർഡേ അല്ലേ മാം? 21st സാറ്റർഡേ ആണ്. 21st സാറ്റർഡേ ആണ് മാം. അനീഷ് ഞങ്ങള് അന്നൊരു എന്റെ മല നഴ്സറി ഉണ്ടല്ലോ, അവിടുന്ന് 1 day ട്രിപ്പ് പോണത് അന്നാണ്. അതെയോ? എക്സാം രാത്രിയാ? രാത്രി എത്തില്ല. കാരണം ഒരു വീക്കെങ്കിലും ഇത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് 21st എന്നുള്ള ഡേറ്റ് ആയത്. കൺഫേം ആയിട്ടില്ല. പിന്നെ അങ്ങോട്ട് ക്രിസ്മസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ക്രിസ്മസിന്റെ തിരക്കുകളാവില്ലേ. ട്രിപ്പ് പോലും സ്വന്തം മക്കൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പാടല്ലേ. സാറ്റർഡേ പറഞ്ഞ പോലെ അയ്യോ എക്സാം ആവുമ്പോ നമുക്കെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും 19 പാരന്റ്സ് കണ്ടക്ട് ചെയ്ത പ്രോഗ്രാം ആണല്ലോ. അതെ മാം, എന്നാണ് എക്സാം? ഞാൻ 2 ദിവസമായിട്ട് കേറിയിട്ടില്ല. ഞാൻ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് വന്നോ? ക്ലാസ് റൂമിൽ മെസ്സേജ് വന്നോ? മെസ്സേജ് വന്നിട്ടാണോ കൺഫർമേഷൻ ഉള്ളൂ? ഞാൻ നോക്കിയില്ല. ഞാനത് മെസ്സേജ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. നാളെ ഞാൻ മാമിനെ ഒന്നും കൂടെ വിളിച്ചിട്ട് കൺഫേം ചെയ്യാം. എന്നോട് 14th നിങ്ങൾക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് മാം, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. അത് എന്റെ കാലിന്റെ കാര്യം ഞാൻ മുന്നേ അശ്വതി മാമിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. കാല് വണ്ടിയിൽ വന്ന് വീണിട്ട് പ്രശ്നമാണ്, വേദനയും കാര്യങ്ങളും. MRI കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പൊ MRI റിസൾട്ടില് സപ്പോർട്ടിങ് ലിഗമെന്റും പൊട്ടിയിട്ടുണ്ട്, മെനിസ്കസും പൊട്ടിയിട്ടുണ്ട്. നല്ല പെയിൻ ആയിരിക്കുമല്ലോ? നല്ല പെയിനാണ്, നല്ല നീരും ഉണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മള് പെയിനും നീരിനുള്ള ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. നല്ല നീരായി. വെച്ച് കുറച്ച് നാൾ നടന്ന കാരണം കൊണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് സർജറിയാണ്. നെക്സ്റ്റ് വീക്കിലായിരിക്കും ഉണ്ടാവുക സർജറി. ഇപ്പൊ റെസ്റ്റിൽ തന്നെയാണ്. കീ ഹോൾ സർജറിക്ക് മുന്നേ ഇപ്പൊ റെസ്റ്റിൽ തന്നെയാണ് ഞാൻ. എന്റെ വീട്ടിലാണ്. ഇപ്പൊ മൊബൈലിലായ കാരണം കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. എന്റെ എല്ലാ സാധനങ്ങളും എന്റെ വീട്ടില, ഹസ്ബൻഡിന്റെ വീട്ടിലാ. റെസ്റ്റ് ആയ കാരണം കൊണ്ട് ഇങ്ങോട്ട് പോന്നതാണ്. അപ്പൊ എക്സാമിന്റെ കാര്യം കേട്ടപ്പോ പെട്ടെന്ന് പേടിച്ചിട്ട് ചോദിച്ചത്. ഇപ്പൊ ഇതിന്റെ പിന്നാലെ നടക്കണ. അതിന്റെ കുറച്ച് നാളെ ക്ലാസ് കേൾക്കണമെങ്കിൽ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ലേ, തലയിലൊന്നുമില്ല. അതിന്റെ ട്രെയിനിങ്ങും 16 ദിവസം എത്തി സ്റ്റോപ്പായി. കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞത് ഞാൻ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. അവര് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. കാരണം അവസാനത്തെ കുറച്ച് ദിവസത്തെ ടീച്ചിങ് നോട്ട് സബ്മിറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനല്ല, അതിന് പറ്റിയില്ല. അപ്പോഴേക്കും എനിക്ക് റെസ്റ്റ് പറഞ്ഞു. 10 to 15 days മതി ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല്. 16 days ആയിട്ടുണ്ട്, 16 ദിവസം ആയിട്ട്. UK എടുത്തിട്ടുണ്ട്.
ഓക്കെ ഫൈൻ. ആ അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചോളാം നോക്കാം. എന്നോട് ഇങ്ങനെ പറഞ്ഞു. 14th ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് 1 വീക്ക് ഇത് കൊടുത്തിട്ട് എക്സാം ഇന്ന ഡേറ്റില് എന്നുള്ള രീതി പറഞ്ഞു. അത് ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. കൺഫർമേഷൻ ഇപ്പൊ നാളെ നമ്മളോട് വിളിച്ച് സംസാരിക്കട്ടെ. കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ ആ രീതിയിൽ വരുമായിരിക്കും. ഓൺലൈൻ ആയതുകൊണ്ട് ഫ്ലെക്സിബിൾ അല്ലേ എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എവിടെയും വന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓൺലൈൻ മീൻസ് എവിടെ ഇരുന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണല്ലോ കൺസിഡർ ചെയ്യുന്നത് പലപ്പോഴും. ഓക്കെ, നോക്കാം. ക്രിസ്മസിലേക്ക് മാം എക്സ്ക്യൂസ് മീ, ഈ മാർക്ക് നമ്മുടെ സർട്ടിഫിക്കേഷനെ ബാധിക്കും? സർട്ടിഫിക്കറ്റിൽ വരില്ല, ബട്ട് ലൈക്ക് നമ്മളൊരു ഇന്റേണൽസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, ഓക്കെ ഓക്കെ, വരും. അതിൽ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് എഴുതിയ ആളും എഴുതാത്ത ആളിനെയും നമ്മൾ ഒന്ന് അത് കാറ്റഗറൈസ് ചെയ്യുമല്ലോ പലപ്പോഴും. ഒരു ക്രൈറ്റീരിയ വരില്ലേ. എനിവേ നോക്കാം. അങ്ങനെ 1 വീക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ 21st എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പലയിടത്തും 22nd ഒക്കെ ആകുമ്പോൾ ക്രിസ്മസ് സെലിബ്രേഷനും 23rd അങ്ങനെ ഇങ്ങനെയൊക്കെ MCQ ആണ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരില്ല. സെയിം പാറ്റേൺ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. മോക്ക് ടെസ്റ്റിന്റെ അതേ പാറ്റേൺ തന്നെയാണ്. ഓക്കെ, സോ ബാക്ക് ടു അവർ ക്ലാസ്. ഈ എക്സാമിന് കാണുമോ? എന്തോ ഇല്ല, വൈവ ഫൈനൽ വൈവ മാത്രമേ ഉള്ളൂ. റെക്കോർഡ് ഇതിനകത്തൊന്നും വരത്തില്ലല്ലോ? ഇല്ല. നിങ്ങളുടെ MCQ തന്നെ മോക്ക് ടെസ്റ്റ് പോലെ തന്നെ, ബട്ട് ഫുൾ മോഡ്യൂൾ ഉണ്ടാകുന്നു മാത്രം. മോക്ക് ടെസ്റ്റ് ഓരോ യൂണിറ്റിന്ന് 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഇത് എക്സാമിന് നമ്മൾ വീഡിയോ ഓഡിയോ ഉണ്ടാക്കേണ്ടി വരില്ലേ മിസ്സേ? ഓഡിയോ വേണമെന്നുണ്ടാവില്ല, വീഡിയോ മാത്രം. ടൈം എത്രക്കാണ് മാം എക്സാമിന്റെ? 1 അവറിനേക്കാളും കൂടുതൽ ഉണ്ടാവും. 1 hour 20 minutes 15 minutes ഉണ്ടാവും. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെയൊക്കെ വന്നെങ്കിലോ എന്ന് വിചാരിച്ച് അത്രയും സമയം തരും. എന്താവും അറിയില്ല. Ma'am, how many questions will be there? 100. Oh, okay, thank you, ma'am. അങ്ങോട്ട് കറക്കി കുത്തനെ. നിങ്ങൾ കേട്ട കാര്യങ്ങളും നിങ്ങളുടെ വ്യൂസും അങ്ങനെ രീതിയിലൊക്കെ വരുള്ളൂ. അല്ലാതെ ഭയങ്കര പക്ഷെ എന്താന്നറിയോ മാം, ഈ ഇതില് ക്വസ്റ്റ്യൻ കണ്ടാല് എനിക്ക് തോന്നിയിട്ടില്ലേ, എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെ തോന്നും. അതിന്റെ ആൻസർ 4 എണ്ണം ഒരേപോലെ തന്നെ, അതിന്റെ മാറ്റങ്ങളൊന്നും വല്ലാതെ തോന്നില്ല. അതുകൊണ്ട് ഏതാണെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ. അത് സംഭവം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ അറിയില്ല. ക്വസ്റ്റ്യൻ വായിക്കുമ്പോ ആൻസർ 4 എണ്ണം വായിക്കുമ്പോ ഇത് ഏകദേശം ഒക്കെ ഒരേപോലെയാണല്ലോ, അങ്ങനെ ഇങ്ങനെ തോന്നും. പിന്നെ ഏകദേശം യോജിക്കുമ്പോ കുത്തന്നെ, അപ്പോൾ ശരിയാവും, ചിലപ്പോ ശരിയാവും. അതെ. ഓക്കെ, സോ നമ്മള് ഇതെല്ലാം പറഞ്ഞു അല്ലേ? യൂണിറ്റ് 3 ലാസ്റ്റ് 4th പീരീഡ് തൊട്ടാണ് മാം എടുക്കാനുള്ളത്. അതാ ഒരു പാരഗ്രാഫ് അല്ലേ ഇനിയുള്ളൂ. ഒരു പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് വരെല്ലാം പറഞ്ഞു. സോ ആരാ വായിക്കാൻ? Fourth period. According to Montessori, during this period, the young man is strong and relatively stable. The psychological characteristics are similar to those in the second plane. In the second period of development, relative calm appears after proceeding 6 years of rapid change and turbulence. A similar integration of earlier changed take place during this period and that of adolescence. During this period, the young person must be given help to enable him to become part of their society and to adapt to contemporary needs.
This adaptation occurs through interaction of activities and experiences. ഓക്കെ. ഫോർത്ത് പീരീഡ് നമുക്ക് ആ ഏജ് അറിയാം, 18 to 24 years എന്നുള്ള അത് വരുന്ന അല്ലെ, ആ ഒരു പീരീഡിൽ വെച്ചാൽ അവര് യങ് മാനായി നല്ലൊരു മെച്യൂർ ലെവൽ, ശരി തെറ്റൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് മനസ്സിലായി, ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ കൂടി വരുന്ന ഒരു പ്രായം. 24 years ഒക്കെ ആവുമ്പോഴേക്കും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ സ്ട്രോങ് ആവും. ആ ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഒരു നല്ലൊരു പെർഫെക്റ്റ് പാറ്റേണിലേക്ക് വരും. പിന്നെ ഈ 6 years വരെ മറിയ മോണ്ടിസോറി നല്ല ഒരു അവർക്കൊരു അതിനെപ്പറ്റി നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് പലതും ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏജിലേക്ക് വരുമ്പോ ഷീ ജസ്റ്റ് കൺഫ്യൂസ്ഡ്, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോയി. അഡോളസൻസിന്റെ, അതായത് അഡൾട്ട് ആയി എന്ന് വരുന്ന ഒരു ഏജ് ആണ് ശരിക്കും. നമുക്കറിയാം ആ ഒരു പീരീഡ്, ഒരു 18 years കഴിയുമ്പോഴും കുട്ടികളിലെ മാറ്റങ്ങൾ നമ്മളും കണ്ടിട്ടുണ്ട്. സ്വന്തം ഏതാണ്ട് ഒരു കൺസിസ്റ്റന്റ് അവരുടെ മെച്ചു. ആ 18 years വരെ പല പല പ്രശ്നങ്ങളിൽ പെട്ട് അങ്ങനെ പോയി പിള്ളേർ അങ്ങനെ അവർ പോയിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് റിക്കവർ ആയി ഐ ഹാവ് ടു ഡു സംതിങ് ഫോർ മൈസെൽഫ് ആൻഡ് ദ സൊസൈറ്റി എന്നുള്ള തോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി ലൈക്ക് ആ ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് അവർ വരും. ഒരു യങ് മാൻ അല്ലെങ്കിൽ യങ് വുമൺ എന്നുള്ള രീതിയിൽ സെൽഫായിട്ടും അവര് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ സറൗണ്ടിങ്സിലുള്ള ആളുകൾക്കും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. സൊസൈറ്റിയുടെ ഒരു പാർട്ടായിട്ട് മാറുന്നു. പല പല നീഡ്സ് മനസ്സിലാക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ സൈഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ ആണ് നടക്കുക. ത്രൂ ഔട്ട് ഓൾ ദിസ് ആക്ടിവിറ്റീസ് അവര് അവരുടെ ചെറുപ്പം തുടങ്ങി, ചൈൽഡ്ഹുഡ് തുടങ്ങി അഡൾട്ട്ഹുഡിൽ വരെ പല കാര്യങ്ങൾ ചെയ്തതിന്റെയും എക്സ്പീരിയൻസിന്റെയും ഇതില് അവർക്ക് പലതിനെ കുറിച്ചും ഒരു ക്ലാരിറ്റി വരുന്നു ഈ ഒരു 4th പീരീഡ് ആവുമ്പോഴേക്കും. Okay, so that's end of that unit. Next one, self construction. സെൽഫ് കൺസ്ട്രക്ഷൻ, മറിയ മോണ്ടിസോറിയുടെ കുറെ ഒബ്സർവേഷൻസ് ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ സെൽഫ് കൺസ്ട്രക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നതിൽ എക്സ്ട്രാ കേട്ടോ. Okay, so we will start. നമ്മൾ മറിയ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ഒരു സെൻസിറ്റീവ് പീരീഡ്, അതുപോലെ തന്നെ അബ്സോർബൻ മൈൻഡ്. ഈ ഒരു സമയത്ത് പല രീതിയിലും ഇവർക്ക് ചേഞ്ചസ് വരുന്നു, പല കാര്യങ്ങളോടും ഇവർ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഈ ഒരു ടൈമില് മറിയ മോണ്ടിസോറി അതിനെ പറ്റി പറയുന്നുണ്ട്. പലതിനോടും ഇവർ സെൻസിറ്റീവ് ആയിരിക്കും, പല പല കാര്യങ്ങളോടായിരിക്കും സെൻസിറ്റീവ്. പിന്നെ ഇവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ട് ചിലർക്ക് കാഴ്ചകൾ കാണുന്നതിനോടായിരിക്കും, ചിലർക്ക് കേൾക്കുന്നതിനോടായിരിക്കും. അങ്ങനെ അവരുടെ ഓരോ കുട്ടികളുടെയും ഇൻട്രസ്റ്റ് അവര് ത്രൂ ദെയർ സെൻസസ് അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ആ ഒരു കാര്യം വരും. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ഫസ്റ്റ് പാരഗ്രാഫ് ആര് വായിക്കും? Self-construction. The child often works towards completions or perfections. This motivation is exactly driven by the child's need to connect with his world and find out who he is and what he is made of. The more the child engages in activities, the more the development understands itself. The sensitive period and absorbent mind are the two internal factors which help in the progress of the spiritual embryo for his self-construction. ഓക്കെ, സെൻട്രൽ പോയിന്റ് ആണ് സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ മറിയ മോണ്ടിസോറി കുട്ടികളെ കുറിച്ച്, കുട്ടികളുടെ ഫിലോസഫി അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി അതിനെപ്പറ്റി അനലൈസ് ചെയ്ത സമയത്ത് എപ്പോഴും കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷൻ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പല എഡ്യൂക്കേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇവരില് കുട്ടികളുടെ ഡെവലപ്മെന്റ് അവരെ സെൽഫായിട്ട് അവരെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ്.
അതിലെ രണ്ട് ക്രിയേറ്റീവ് സെൻസിബിലിറ്റീസ് ആണ് പറയുന്നത് ഈ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. ഓക്കെ, എപ്പോഴും എന്താ ഒരു കംപ്ലീഷൻ ഓർ പെർഫെക്ഷൻ ആ ഒരു രീതിയിലേക്ക് പലപ്പോഴും കുട്ടികൾ പോവാറുണ്ട്. ചില സമയത്ത് അവർ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അവർ പറയും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരുടെ ഒരു കംപ്ലീഷൻ പെർഫെക്ഷൻ കേട്ടോ. നമ്മൾ കാണുന്ന കംപ്ലീഷൻ പെർഫെക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, കുട്ടി വിചാരിക്കുന്ന ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ പെർഫെക്ഷൻ ആ ഒരു രീതിയിലേക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സുമായിട്ട് കണക്റ്റഡ് ആവുന്നു. അപ്പൊ ആ രീതിയിൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു സെൽഫ് അവയർനെസ് പോലെ സ്വയം ആരാണ്, ഞാൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ ഒരു രീതിയിൽ പലതും മനസ്സിലാക്കാനായിട്ട് കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പല ആക്ടിവിറ്റീസിലും എൻഗേജ്ഡ് ആവുന്നു, അവനവനെ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡുമാണ് രണ്ട് ഇന്റേണൽ ഫാക്ടേഴ്സ് ഈ ഒരു പ്രോഗ്രസ്. നമ്മൾ പറഞ്ഞു കുട്ടികളും ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. കുഞ്ഞ് ശരിക്കും ആ ഒരു 9 months കൊണ്ട് ഫിസിക്കലി എല്ലാം വളർച്ചയെത്തി പുറത്തേക്ക് വരുന്നു. ബട്ട് മനസ്സപ്പോഴും ഭ്രൂണാവസ്ഥയിലാണ്, എംബ്രിയോ ആണ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ എംബ്രിയോ എന്ന് തന്നെ പറയുന്നത്. ആ സ്പിരിച്വൽ എംബ്രിയോയുടെ പ്രോഗ്രസ് ഈ സെൽഫ് കൺസ്ട്രക്ഷനിലൂടെയാണ്. സ്വയം പല കാര്യങ്ങളും അറിഞ്ഞ് ഡെവലപ്പായാണ് മനസ്സ് ആ ഒരു മൈൻഡ് പൂർണ്ണ വളർച്ചയിലേക്ക് മാറുന്നത്. ഈ രണ്ട് കീ ഫാക്ടേഴ്സ് ആയ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ സെൻസിറ്റീവ് പീരീഡ്. ഓക്കെ, Yes, ma'am. The sensitive period. It was the Dutch biologist Hugo de Vries who first noticed the sensitive period in an insect. De Vries disclosed that the female butterfly naturally lays her eggs in a protected spot at the angle formed by a branch on the trunk of the tree where it is safe and protected. When hatched, the caterpillars can eat only the tenderest leaves, which are at the top end of the branch. De Vries discovered that caterpillars are sensitive towards light. Light attracts it, which causes them to crawl up to the end of the branch, and it finds the food to satisfy its hunger. As the usefulness of the sensitivity passes, new sensitivity will occur to help the caterpillar in search of other experience for its living. യെസ്, നമുക്കറിയാം ബട്ടർഫ്ലൈ ആ ഫോമിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് ആ ഒരു ഡിസ്കവറി അത് നോട്ടീസ് ചെയ്തു. ഇവിടെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പ്യൂപ്പ ആ ഒരു അവസ്ഥ, കാറ്റർപില്ലർ വരുന്നു, ഇങ്ങനെ ഇലകളെല്ലാം കഴിച്ച് ടെൻഡർ ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും കൂടുതൽ താല്പര്യം. തളിരിലകൾ എന്ന് പറയില്ലേ, അതായിരിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെ പോയി ടോപ്പ് എൻഡ് ഓഫ് ദ ബ്രാഞ്ചിൽ ചെല്ലുന്നു. അപ്പൊ സൺറൈസ് കുറെ കൂടെ അടുത്ത് കിട്ടും അല്ലെ. താഴേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിലൊന്നും അങ്ങനെ ലൈറ്റ് കൂടുതൽ വരുന്നില്ല. അപ്പൊ ലൈറ്റിന് കൂടുതൽ സെൻസിറ്റീവ് ആണ്. അങ്ങനെ ടോപ്പ് എൻഡ് ബ്രാഞ്ചിൽ ചെല്ലുന്നു. അങ്ങനെയായി ഇത് ഡച്ച് ബയോളജിസ്റ്റ് ഹ്യൂഗോ ഡി വ്രീസ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. ഒരു ബട്ടർഫ്ലൈ ആയി മാറാൻ, അങ്ങനെ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്രീച്ചർ ആണല്ലേ. ആ ഒരു കാറ്റർപില്ലറിൽ നിന്ന് അത് ബട്ടർഫ്ലൈ ആയി മാറാനായിട്ട് അതിന് സെൻസിറ്റീവ് ആയത് ലൈറ്റ് ആയിരുന്നു. അതുപോലെ കുട്ടികളുടെ സെൻസിറ്റീവ് പീരീഡ് അവര് എന്താ പറയാ ആ ഒരു പെർഫെക്ഷനിലേക്ക്, ബട്ടർഫ്ലൈ എന്നുള്ള പെർഫെക്ഷനിലേക്ക് വരാനായിട്ട് ഇവിടെ സെൻസിറ്റീവ് വന്നത് ലൈറ്റ് ആയിരുന്നു. അതുപോലെ കുട്ടികളും ഒരു പെർഫെക്ഷനിലേക്ക് വരുമ്പോൾ അവർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ ടെൻഡർ പറയുന്നത് സാറ്റിസ്ഫൈഡ് ഫുഡ് അത് കഴിക്കുന്ന വെച്ചാൽ അത്രയും കാലം പൂപ്പ അവസ്ഥയിൽ അതിനിരിക്കണമെങ്കിൽ അത് ആവശ്യത്തിന് ഫുഡ് എടുത്തിട്ട് വേണം അതിന് ആ ഒരു എന്താ പറയാ ഒരു മെഡിറ്റേഷനിലേക്ക് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്യൂപ്പ അവസ്ഥയിലേക്ക് അത് മാറുന്നത്. അങ്ങനെ ബട്ടർഫ്ലൈയെ വെച്ച് കമ്പയർ ചെയ്തിരിക്കുവാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ സെൻസിറ്റീവ് പീരീഡിലും അവരെ വളർത്തുന്ന എന്തോ ഒന്ന് അവരിലേക്ക് അട്രാക്റ്റഡ് ആവും. അത് ഈ ഒരു ടൈമിലാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കുഞ്ഞുങ്ങളിലും കാണുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് ഈ ഒരു പാരഗ്രാഫ് ആൻഡ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബട്ടർഫ്ലൈയുടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അത് സെൻസിറ്റീവ് ടു ലൈറ്റ് ആണ്. സിമിലർലി കുട്ടികളിലും സെൻസിറ്റീവ് ടു സം ഫാക്ടേഴ്സ് അത് അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആകുന്നു എന്നുള്ള രീതിയിൽ മറിയ മോണ്ടിസോറി കമ്പയർ ചെയ്തിട്ട് നമ്മളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കുവാണ്. യെസ് പ്ലീസ്. വായിക്കാം മാം, ഞാൻ വായിക്കട്ടെ?
Yes. Dr. Maria Montessori was convinced that similar characteristics were also found in children. She said, children pass through definite periods in which they reveal psychic aptitudes and possibilities which afterwards disappear. That is why at particular epochs of their life, they reveal an intense and extraordinary interest in certain objects and exercise which one might look for in vain at a later age. During such a period, the child is endowed with a special sensibility which urges him to focus his attention on certain aspects of his environment to the exclusion of others. Such attention is not the result of mere curiosity. It is more like burning passion. An emotion first rises from the depths of the unconscious and sets in motion in a marvelous creative activity in contact with the outside world, thus building up consciousness. അപ്പൊ മോണ്ടിസോറി ഈ ബട്ടർഫ്ലൈയുടെ ഒരു ഫോർമേഷൻ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കുട്ടികളുമായിട്ട് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടികളിലും ഉണ്ടെന്നാണ് പറയുന്നത്. പല ഡെഫിനറ്റ് പീരീഡിലൂടെ ഇവർ പാസ് ചെയ്യുന്നു. അവരുടെ പല മെന്റൽ ആയിട്ടുള്ള പല ഡെവലപ്മെന്റും, അവരുടെ സൈക്കിക് ആപ്റ്റിറ്റ്യൂഡ്സ്, അവരുടെ പോസിബിലിറ്റീസ്, അവരുടെ അഭിരുചികൾ, അങ്ങനെ അതെല്ലാം പുറത്തേക്ക് എക്സ്പ്രസ് ആവുകയാണ്. പല കാര്യങ്ങളും എന്തെല്ലാം ഇല്ലാതാകുന്നു അതെല്ലാം ശരിയായ രീതിയിൽ റിവീൽ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. പല ഡെഫിനറ്റ് പീരീഡിൽ ചില സമയത്ത് ഇവരിങ്ങനെ അറസ്റ്റഡ് ആവുകയാണ് ചില ക്വാളിറ്റീസ് കുട്ടികളുടെ. ഇപ്പോ വരയ്ക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ പാട്ട് പാടുന്നു അല്ലെങ്കിൽ ഒരു മ്യൂസിക് വെച്ച് ഡാൻസ് ചെയ്യുന്നു, ഇപ്പൊ കുട്ടിയെ വന്ന പാരന്റോ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവരിൽ അതങ്ങ് ഒതുങ്ങും, ഒരു ഇല്ലാണ്ടായതുപോലെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഓരോ എപ്പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പീരീഡ് ഓഫ് ദർ ലൈഫ് അവർക്ക് പല അതിനോടും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പല സർട്ടൺ ഒബ്ജക്ട്സ് ആയിരിക്കും, ചില ആക്ടിവിറ്റീസിനോടായിരിക്കും. അത് അതല്ലേ പറയുന്നത്, കുട്ടികൾ എന്തിനോടാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, അവരുടെ ടേസ്റ്റ് എന്താന്ന് മനസ്സിലാക്കി നമ്മൾ അവരെ ഡിവീറ്റ് ചെയ്ത് വിടണം. അവർക്ക് മനസ്സിലാവുന്ന ഒരു ടൈം അതിന്റെ ഒരു സൈഡായിട്ട് അക്കാദമിക്സും ഒരുമിച്ച് അതിന് അവരെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണമെന്നല്ല, അവരുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് അതിലും അവരെ പെർഫോം ചെയ്യിക്കുക. അല്ലാതെ ഒരു എക്സ്ട്രാ ടാലന്റ് അവരിൽ കാണുവാണെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്ത് വിടണമെന്നാണ് പറയുന്നത്. ചില പാരന്റ്സ് അത് നല്ല രീതിയിൽ ചെയ്യുന്ന കാണാം, ചില പാരന്റ്സ് അതിലങ്ങ് ഫെയിൽ ആവും. പഠിക്കുക എന്ന് പറഞ്ഞ് കുട്ടിയില് പഠനവും പുറകിലേക്കാവും, ഈ പറയുന്നതും ഇല്ലാണ്ടാവും. ഇത് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം ഇവർ അക്കാദമിക്സും ശ്രദ്ധിക്കും. ഇപ്പൊ മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കിൽ അവർക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. മ്യൂസിക്കിൽ ഡിഗ്രി PG ഒക്കെ എടുക്കാമല്ലോ, PhD ഒക്കെ എടുക്കാം. അപ്പൊ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു അക്കാദമിക്സിന്റെ ഒരു ലെവൽ കഴിയാതെ എനിക്കത് ആ ഒരു തിരിച്ചറിവ് അവർ വരുമ്പോഴേക്കും അവരുടെ അക്കാദമിക്സ് ശ്രദ്ധിച്ചു. അങ്ങനെ അപ്പൊ സെൻസിറ്റീവ് ആണ് അവരുടെ പല അവരുടെ ആ ഒരു ത്വരാന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ആഗ്രഹം അതിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ അത് സെൻസ് ചെയ്യും, സെൻസിറ്റീവ് ആയിരിക്കും, ഫോക്കസ് ചെയ്യാൻ തുടങ്ങും ഈ ഗവൺമെന്റിലെ പലതുമായിട്ട്. അപ്പൊ ഇങ്ങനെ നമുക്കറിയാം കുട്ടികൾ ഈ സമയത്ത് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അവരുടെ ഇൻട്രസ്റ്റിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യും. ചില കുട്ടികൾ എൻവയോൺമെന്റിലെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. കുഞ്ഞുറുമ്പ് തുടങ്ങി വലിയ കിളികൾ വരെയും അവർ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു ഫീൽഡിലേക്കോ അങ്ങനെയാകാം. ചിലര് അതല്ല എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ, പെയിന്റിങ്, വരയ്ക്കുന്നത്, അങ്ങനെ ഓരോരോ ഇതിലേക്ക് ഇവരുടെ ഒരു അറ്റൻഷൻ പോകും. അവരുടെ ക്യൂരിയോസിറ്റി അനുസരിച്ച് പല പാഷൻ എന്താണോ അത്, അങ്ങനെ ഓരോ കാര്യങ്ങളും. ശരിക്കും ആ ഒരു സെൻസിറ്റീവ് പീരീഡില് അവരെ ആ ഒരു ലൈറ്റ് പറഞ്ഞ കാറ്റർപില്ലർ അതിനനുസരിച്ച് അട്രാക്ട് ചെയ്ത് പോയില്ലെങ്കിൽ ഒരു നല്ലൊരു ബട്ടർഫ്ലൈ ഉണ്ടാവില്ല. പകുതിക്ക് വെച്ച് അതിന്റെ ജീവിതം പ്യൂപ്പാവസ്ഥയിൽ തന്നെ തീരും. അല്ലെങ്കിൽ കാറ്റർപില്ലർ തന്നെ വളരാതെ പ്യൂപ്പയിലേക്ക് പോകാതെ പകുതിക്ക് വെച്ച് വളർച്ച മുരടിച്ച പോലത്തെ ഒരവസ്ഥയിലേക്ക് വരും. പിന്നെ ഈ പ്യൂപ്പ താനേ പൊട്ടി വേണം ബട്ടർഫ്ലൈ പുറത്തേക്ക് വരാൻ. ആരെങ്കിലും ചെന്ന് അതിനെ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിലൊരു ബട്ടർഫ്ലൈ പുറത്തു വരില്ല. വന്നാൽ തന്നെയും അത് പെട്ടെന്ന് തന്നെ ചത്തുപോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എൻവിയോൺമെന്റ് ഷുഡ് ബി ഇനഫ് ടു മോട്ടിവേറ്റ് ദിസ് ചിൽഡ്രൻ. എൻവിയോണിലുള്ള പല കാര്യങ്ങളുമായിട്ടും ഇവര് സെൻസിറ്റീവ് ആയിരിക്കും. അതിപ്പോ ഒരാൾ പറയുന്ന ഒരു ഷൗട്ടിങ് അത് ചിലപ്പോൾ ഇവരുടെ ആ ഒരു ഇവർക്ക് ഒരു പൊട്ടൻഷ്യൽ ഉള്ളതിനെ സപ്രസ് ചെയ്യുന്നതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി എല്ലാം ഡിസപ്പയർ ആയി പോകും.
ഇതാണ് മറിയ മോണ്ടിസോറി ഈ ഒരു സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഈ കുട്ടികളിലും ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞത്. സെൻസിറ്റീവ് പീരീഡ് ആണ് ഇവരുടെ. ആ ഒരു ടൈമില് ഇവർക്ക് പല കാര്യങ്ങളും എക്സ്റ്റേണൽ എൻവയോൺമെന്റിന് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കുട്ടിയുടെ സൈക്കിക് പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഈ സൈക്കിക് പാറ്റേൺ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ ഇതിന്റെ ഉള്ളിലുണ്ട്. ബട്ട് കുട്ടി ജനിച്ചു കഴിയുമ്പോഴാണ് ആ ഉള്ളിലുള്ള അതേ എന്താ പറയുക ഒരു ചെറിയ ഭ്രൂണത്തിന്റെ അവസ്ഥയോ ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. അത് ഡെവലപ്പായി വരണം. ആ കുട്ടിയിൽ അത് ഡെവലപ്പായി വരണമെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സറൗണ്ടിങ്സ് അതിനനുസരിച്ച് പാകപ്പെട്ടതായിരിക്കണം. മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ സറൗണ്ടിങ്സ് എന്ന് കിട്ടും. ഇപ്പൊ ഒരു വീട്ടില് അമ്മ നോക്കുന്ന ഒരു കുട്ടി, അമ്മ എല്ലാം കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അവന്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കുന്നു. സിംഗിൾ മദർ ആണെങ്കിൽ കൂടിയും അവര് ടേസ്റ്റ് എല്ലാം മനസ്സിലാക്കി കുട്ടിയെ അതിനനുസരിച്ച് പ്രൊമോട്ട് ചെയ്യും. അതേസമയം പാരന്റ്സ് രണ്ടുപേരും ഉണ്ട്, ബട്ട് കുട്ടിക്ക് അച്ഛനെ ഭയങ്കര പേടിയാണ്, അവന്റെ ടേസ്റ്റുകളൊക്കെ പുറത്തെടുക്കാൻ പേടി. അങ്ങനെ വരുമ്പോ അവന്റെ ക്യാരക്ടറും അവന്റെ ക്വാളിറ്റീസും ഈ പറയുന്ന അവന്റെ പൊട്ടൻഷ്യൽ എല്ലാം അവിടെ അറസ്റ്റ് ചെയ്യപ്പെടും. ഡിപ്പെൻസ് എന്താണോ അവന്റെ എക്സ്റ്റേണൽ വേൾഡ്, ഈ എൻവയോൺമെന്റ് അതിനെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും അതിലെ പല കാര്യങ്ങളുമായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത 2 പാരഗ്രാഫ്സ് ഒരുമിച്ച് വായിച്ചോളൂ കേട്ടോ. സെൻസിറ്റീവ് പീരീഡ്സ് ആർ Sensitive periods are blocks of time in the child's life when he is absorbed with one characteristics of his environment to the exclusion of all others. This sensitivity towards certain stimuli lasts until a necessary need is fulfilled. These sensitive periods define the child's following his gaining knowledge of his surroundings. Montessori observed sensitive periods in the child's life connected with the requirements for order in the environment, the development of language, use of sense, the development of walking, attraction with minute and detailed objects, and a time of intense social interest. ഓക്കെ, സെൻസിറ്റീവ് പീരീഡിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല അവന്റെ നമ്മള് എപ്പോഴും പറയുന്നത് എന്താ, ജനറ്റിക് ആയിട്ട് ചില കാര്യങ്ങള് മദേഴ്സ് സൈഡിൽ നിന്നും ഫാദേഴ്സ് സൈഡിൽ നിന്നും കിട്ടും. അതും പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം അവൻ വളരുന്ന സാഹചര്യം, ആ എൻവയോൺമെന്റിന് 3 ഏരിയകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വീട്, സ്കൂള്, അതുപോലെ തന്നെ സൊസൈറ്റി. ആ ഒരിടം, വീടും സ്കൂളും അല്ലാതെ അവൻ കണക്റ്റഡ് ആവുന്ന ഇടങ്ങള് സൊസൈറ്റി. അപ്പൊ ഇതെല്ലാം ഇവന്റെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ആകാനായിട്ട് സഹായിക്കും. ഇവിടെ നിന്നെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവന് കിട്ടുന്നതെങ്കിൽ അവന്റെ ഒരു പേഴ്സണാലിറ്റി അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ നല്ലൊരു പാറ്റേണിൽ തന്നെ പോകും. ഓക്കെ, സോ ഇത് കുട്ടിയുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പീരീഡ് തന്നെയാണ് ഈ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. എന്തെല്ലാമാണോ ചുറ്റും കാണുന്നത് അതെല്ലാം ഇവന് അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങും. ചില കാര്യങ്ങള് അവന്റെ നീഡ് എന്താണോ ആവശ്യം, ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യുന്നവരായിരിക്കും ചില കാര്യങ്ങൾ ലാസ്റ്റ് ചെയ്യുന്നത്. ചിലത് ത്രൂ ഔട്ട് അവന്റെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഈ സെൻസിറ്റീവ് പീരീഡ് കുട്ടിക്ക് പല കാര്യങ്ങളും, പല നോളജും, സറൗണ്ടിങ്സിൽ നിന്ന് പല നോളജും കിട്ടും ഈ ത്രൂ ദിസ് സെൻസിറ്റീവ് ഈ ഒരു സെൻസിറ്റീവ് പീരീഡിൽ. പലപ്പോഴും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്, പിന്നെ സെൻസ് യൂസ് ചെയ്യുക, ബോധപൂർവം ചെയ്യുക. കാരണം ഒരു പ്രാവശ്യം ഒരു വെള്ളം കിടക്കുന്നോടത്തോട് നടന്നപ്പോ തെന്നി ഒന്ന് വീഴാൻ പോയി. നെക്സ്റ്റ് ടൈം വെള്ളം കാണുമ്പോഴേക്കും അവർക്ക് ആ ഒരു ബോധം, ഇങ്ങനെ വെള്ളത്തിലൂടെ നടന്നപ്പോ പെട്ടെന്ന് ഞാൻ തെന്നി വീഴാൻ പോയതാണ്. സോ അവരവിടെ കെയർ ചെയ്തു അല്ലെ. പിന്നെ തീയുടെ അടുത്ത് നിന്നപ്പോ ചൂട് ഫീൽ ചെയ്തു. സോ തേനു അങ്ങനെ ഫയറിനടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് വല്ലാത്ത ബുദ്ധിമുട്ട്, ചൂട് ഫീൽ ചെയ്യും. അത് പിന്നെ ഡെവലപ്മെന്റ് ഓഫ് വാക്കിംഗ്.
പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ സെൻസ് അവർക്ക് വരുവാണ്, അവർക്ക് അത് അറിയാം. അത് വേദന അങ്ങനെ എല്ലാ ഫീലിങ്സും അതെല്ലാം അവർ മനസ്സിലാക്കി വരിക. ഇതൊക്കെ അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ ഒരു സെൻസിറ്റീവ് പീരീഡിലാണ് ഇങ്ങനെയുള്ള കണക്ഷൻസും ഡെവലപ്മെന്റും എല്ലാം വരുന്നത്. പിന്നെ ചില കാര്യങ്ങളോട് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അത് മാറും അല്ലെ, അങ്ങനെയും വരും. ചില ടോയ്സ് ഒക്കെ കിട്ടി കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കും പിന്നെ അത് വേണ്ട, പിന്നെ ഒരു പഴയ ഏതെങ്കിലും പാത്രത്തിന്റെ അടപ്പമൊക്കെ മതിയായിരിക്കും അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഓരോ കാര്യങ്ങളും സോഷ്യലൈസ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സെൻസിറ്റീവ് പീരീഡിലാണ് ഇവരിൽ കുറച്ച് ഓർഡർ, ഡിസിപ്ലിൻ, പിന്നെ ലാംഗ്വേജസ് പഠിക്കാൻ, വരയ്ക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നുന്നത്, പുറത്തു പോവാനായിട്ട്, ഫങ്ഷൻസിനൊക്കെ പോകാൻ ഇഷ്ടം തോന്നുന്നു, പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോകാനും അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം അതൊക്കെ വരും. അങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ചില സമയത്ത് എവിടെയെങ്കിലും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ പാർക്കിൽ പോകുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ സെൻസിറ്റീവ് പീരീഡിൽ അവർ കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഇൻട്രസ്റ്റ് നിലനിൽക്കണം എന്നില്ല. അങ്ങനെ സെൻസിറ്റിവിറ്റി ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ് ആണ് അത് പറഞ്ഞത്. പിന്നെ ലാംഗ്വേജ്, വാക്കിംഗ്. അപ്പൊ നമ്മൾ ഈ ലാംഗ്വേജ് ഒക്കെ കുട്ടി പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇവരെ കൗണ്ടിങ് പഠിപ്പിച്ച്, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് പഠിപ്പിക്കും, അല്ലെങ്കിൽ ഓരോ ഒബ്ജക്ട്സ് കാണിച്ചിട്ട് ഇത് എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ആദ്യം ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇത് എന്താന്ന് ചോദിക്കുമ്പോൾ അവർ ആ വേർഡ് പറയും. ചിലപ്പോൾ എന്താ പറയാ, കംപ്ലീറ്റഡ് അല്ലാത്ത രീതിയിൽ ബ്രോക്കൺ ആയിട്ടാണെങ്കിലും സെന്റൻസ് മേക്ക് ചെയ്യും. ഇതെല്ലാം ഈ ഒരു സെൻസിറ്റീവ് പീരീഡിലാണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു 6 സെൻസിറ്റീവ് പീരീഡ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സെൻസിറ്റിവിറ്റി ടു ഓർഡർ, ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ്, അവരുടെ 5 സെൻസും യൂസ് ചെയ്തിട്ടുള്ള ലേണിംഗ്, സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, sensitivity for walking, sensitivity for small minute objects. ചില കാര്യങ്ങള് ലൈഫ് ലോങ് ഉണ്ടാകും അവരുടെ ഇൻട്രസ്റ്റ്, ചിലത് ആ ഒരു നീഡ്സ് കഴിയുമ്പോഴേക്കും ആ ഒരു ഇൻട്രസ്റ്റ് മാറും. ഫംഗ്ഷൻ കല്യാണങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കും, കുറച്ചും കൂടെ അങ്ങ് വലുതാകുമ്പോഴേക്കും അവര് താല്പര്യം ഇല്ലാണ്ട് വരും. അങ്ങനെ ഓരോ കാര്യങ്ങൾ വരും. നെക്സ്റ്റ് ദ പീരിയഡ് ഓഫ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ. ഇവിടം വരെ വായിക്കണേ. ഗ്രൂവേഴ്സ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യങ്ങള്. ഈ സെൻസിറ്റിവിറ്റി ടു ഓർഡർ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, 6 സെൻസിറ്റിവിറ്റി പീരീഡിന് 6 ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെൻസിറ്റിവിറ്റി ടു ഓർഡർ ആ ഒരു പീരീഡ് ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. യെസ്, അതൊരു എക്സാമ്പിളിലൂടെ അങ്ങനെ പറയുന്നുണ്ട്, അതുവരെ ഒന്ന് വായിക്കും. വായിച്ചോട്ടെ. The period of sensitive to order. The sensitiveness activities in the child's first year and continue through the second year. The child show the need for order in several ways. First, he saw a positive way in seeing common things. Children's insistence on putting things back in their place, crying or throwing tantrums to unfamiliar places or people. She cited an example. I found myself one day with a group of people going through Nero's grotto at Naples. With us was a young mother with a child, about 1.5 years old, too small to be able to walk the whole length of the way. In fact, after some time the child grew tired and his mother picked him up. But he had overestimated her power. She was hot and stopped to take off her coat to carry in on her arm and louder. His mother strove in vain to quiet him. He was evidently tired out and began to grow cross. Indeed, the noise was getting on the nerves of all, and naturally others offered to carry him. He was passed from arm to arm, struggling and screaming, and everyone talked to him and scolded him, but he only grew worse. Okay. So the period of sensitivity to order. ഈ ഒരു സെൻസിറ്റീവ്നെസ് കുട്ടി ചൈൽഡ്സ് ഫസ്റ്റ് ഇയർ ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ദ സെക്കൻഡ് ഇയർ ആ ഒരു ഏജില് the child shows the need for order in several ways. Like
ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം കാണിക്കും. ഹി ഷോസ് എ പോസിറ്റീവ് വേ ഇൻ സീയിങ് കോമൺ തിങ്സ്. വളരെ താല്പര്യം കാണിക്കും. ഇപ്പൊ പാർക്കിലൊക്കെ പോകുമ്പോൾ ചില കുട്ടികൾ ഭയങ്കര ഹാപ്പി ആവുന്ന കാണില്ലേ ഈ ഒരു ഏജിലൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ചില സമയത്ത് വളരെയധികം നിർബന്ധം പിടിക്കും ഓൺ പുട്ടിങ് തിങ്സ് ബാക്ക് ഇൻ ദർ പ്ലേസ്. ഇപ്പോ കട്ടിലിരുന്ന് കളിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു കുട്ടി. അപ്പൊ നമ്മള് കിടക്കാറാവുമ്പോഴേക്കും അതൊക്കെ മാറ്റി എടുക്കണം. അപ്പൊ ഈ ഒരു ഏജ് ആണ്. അപ്പൊ അത് മാറ്റുമ്പോഴേക്കും അവർ വാശി പിടിക്കും. തിരിച്ചതെല്ലാം വീണ്ടും അവിടെ തന്നെ വെക്കണം, അതിന് കളിക്കണം, ആ ഒരു രീതിയിൽ. പിന്നെ സംടൈംസ് ബാഡ് ടെമ്പർ, കരയുക, ഭയങ്കരമായിട്ട് ബാഡ് ടെമ്പർ കാണിക്കുക, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ, പരിചയമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു വാശി. ചില സമയത്ത് ബസ്സിൽ കയറുമ്പോൾ, ഈ ട്രെയിനിലൊക്കെ കുട്ടികൾ വല്ലാണ്ട് ഇങ്ങനെ കരയണ കാണില്ല. അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ ചില കുട്ടികൾ അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ കരച്ചിലും അങ്ങനെയുള്ളതൊക്കെ കാണിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിന് മറിയ മോണ്ടിസോറിയുടെ എക്സാമ്പിൾ പറയുവാണ്. ഇവരിങ്ങനെ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുട്ടികളെ കാണുന്ന ഒരു ഏതെങ്കിലും ഒരു സ്ഥലമാണെങ്കിൽ അവരെ വളരെയധികം ഒബ്സർവ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ നെറോസ് ബോട്ട് റോഡ് ടു അറ്റ് നേപ്പിൾസ് എന്ന് പറയുന്നത് ഈ നേപ്പിൾസ് ഫ്ലോറിഡയിലുള്ള ഒരു സ്ഥലമാണ്. ഒരു ബീച്ചൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ നമ്മളിപ്പോ പാർക്കിലൊക്കെ പോകുന്ന പോലെ തന്നെ ഇങ്ങനെ ആളുകൾ സോഷ്യലൈസ് ചെയ്യുന്ന ഔട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പോയപ്പം അവിടെ ഒരു യങ് മദർ വിത്ത് എ ചൈൽഡ് അബൌട്ട് 1.5 years old, വളരെ ചെറിയ കുട്ടിയാണ്, നടന്നൊക്കെ തുടങ്ങി ആ ഒരു രീതിയിലായിട്ടേ ഉള്ളൂ പോകുന്ന വഴി, ഏബിൾ ടു വാക്ക് ദ ഹോൾ ലെങ്ത് ഓഫ് ദ വേ. അങ്ങനെ അങ്ങനെ നടന്നൊക്കെ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ കുട്ടി അങ്ങോട്ട് ടയേർഡായി. ടയേർഡായപ്പം പൊതുവെ എന്താ അമ്മമാരെന്താ ചെയ്യാ, ഇത് എടുക്കാനായിട്ട് തുടങ്ങും. ഈ ചൂടും ഒക്കെ കാരണം പലപ്പോഴും കുട്ടികൾക്ക് ചില ഡ്രസ്സുകൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഒച്ച വെച്ചത് കരയാനായിട്ട് തുടങ്ങി. ഇതിനെ കുഴച്ചാക്കാനായിട്ട് അമ്മ വളരെ കഷ്ടപ്പെട്ടു. അമ്മ ഭയങ്കരമായിട്ട് ലിമിറ്റ്സ് ആയി എന്ന് തന്നെ പറയാം. അവർക്ക് ഭയങ്കര ക്ഷമ ഇതായിരിക്കും. അപ്പൊ ഇത് ഭയങ്കര ഭയങ്കര ഈ ഒരു ബുദ്ധിമുട്ട് കാരണം, പ്രശ്നങ്ങളൊക്കെ കാരണം ഇങ്ങനെ കരഞ്ഞു വിടുന്നത്. നമ്മൾ ചില സമയത്ത് തിയേറ്ററിലൊക്കെ കയറുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര പ്രശ്നങ്ങൾ കുട്ടികൾ കാണിക്കാറുണ്ട്. അപ്പൊ പിന്നെ കൈമാറിയിട്ട് ഒന്നും ഇതിൻ്റെ ഇത് മാറുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്താ പറയാ, അമ്മമാര് പൊതുവെ ഇങ്ങനെ കരയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ചൂടാവൂലേ കുട്ടികളുടെ അടുത്ത് ചില അമ്മമാര്. സമാധാനിപ്പിക്കാൻ നോക്കും, കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ വാശി പോലെ തോന്നുമ്പോഴേക്കും ഇവര് വഴക്ക് പറയാൻ തുടങ്ങുമ്പോൾ കൂടുതൽ വേഴ്സ് ആ ഒരു സ്റ്റേജിലേക്ക് പോകും. ഈ പീരീഡ് ഓഫ് സെൻസിറ്റിവിറ്റി ടു ഓർഡറിന് ഇവര് ഇങ്ങനെ പറയുവാണ് ചില കുട്ടികളുടെ രീതികൾ. ആ ഒരു ടൈമിൽ കുട്ടികൾ കാണിക്കുന്നതാണ്, അവര് ഇൻട്രസ്റ്റ് കാണിക്കും, പോസിറ്റീവ് വേസ്, ചില കാര്യങ്ങളോട് മാത്രം ഇൻട്രസ്റ്റ് കാണിക്കും. ചില സമയത്ത് ഭയങ്കര വാശി കാണിക്കും, ഇൻസിസ്റ്റ് ചെയ്യും അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബാഡ് ടെമ്പർ കാണിക്കാം. ടാൻട്രംസ് പറഞ്ഞാൽ ബാഡ് ടെമ്പർ. പരിചയമില്ലാത്ത സ്ഥലം, ആളുകൾ, അങ്ങനെ കരയുന്ന കാണുമ്പോൾ ഞാൻ ഇന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലർ ചെല്ലുമ്പോഴേക്കും അതിനേക്കാൾ അപ്പൊ കരഞ്ഞതിനേക്കാളും ഉറക്ക വീണ്ടും കരയാനായിട്ട് തുടങ്ങും. കൂടുതൽ വേഴ്സ്റ്റ് ആവുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയുടെ കേസ് പറയുമായിരുന്നു. ഭയങ്കര അത് നടക്കുന്നു, അത് ടയേർഡ് ആവുമ്പോഴേക്കും അമ്മ അവനെ എടുക്കും. ബട്ട് ആ സമയത്തും കുട്ടി ഇത് ഡ്രസ്സൊക്കെ മാറ്റുമ്പോഴും ചൂട് കാരണം കോട്ട് മാറ്റുമ്പോഴേക്കും ഭയങ്കര ഉറക്കം കരയാനായിട്ട് തുടങ്ങും. അമ്മ പല രീതിയിലും അവനെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് കൂടുതൽ വേഴ്സ്റ്റ് ആവുന്നു. അപ്പൊ പലരും വന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ കുട്ടിയോട് സംസാരിച്ച് ഓക്കെ ആക്കാനൊക്കെ നോക്കിയിട്ടും കുട്ടി കൂടുതൽ ഉറക്ക വാശിക്ക് കരയുന്ന പോലെയാണ് കാണുന്നതെന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. നമ്മൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. നമ്മളും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കുറെ കാര്യങ്ങൾ. സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വാശി. ചില കുട്ടികൾ അമ്മമാരുടെ അടുത്ത് മാത്രമേ പോവുള്ളൂ. ചിലര് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആരെടുത്താലും പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലരിങ്ങനെ എല്ലാത്തിനും അമ്മ തന്നെ വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു വാശിയുള്ള കുട്ടികളും ഉണ്ടായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. ആ ഒരു ഏജ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇതൊക്കെ തന്നെ അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഈ പറഞ്ഞത് അവരുടെ ഒബ്സർവേഷൻ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് മറിയ മോണ്ടിസോറിയുടെ. ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഈ ഒരു സമയത്ത്. ഓക്കെ, സോ നെക്സ്റ്റ് പാരഗ്രാഫ്.
ഞാൻ വായിക്കാം മാം. I thought of Yes, please. Okay, ഞാൻ തന്നെ വായിക്കാം. I thought of the puzzle of infancy of how reactions must always have a cause, and going up to the mother, I said, "Will you allow me to help put on your coat?" She looked at me in astonishment, for she was still hot, but in her confusion and consented, and allowed me to help her with it. At once the baby quieted down. His tears and struggles stopped, and he said, "Mama, coat on." It was as if he wanted to say, "Yes, Mama, a coat is meant to be worn." As he thought of it, "At last you have understood me," and stretching out his arms to his mother, he came back to her all smiles. The excursion ended in complete calmness. A coat is meant to be worn and not to hang like a rug over one's arm, and this disorder in his mother's personality had affected the child as a jarring disturbance. Yes. അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ ഒരു ഡ്രസ്സ് ഇടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് തോന്നും ഭയങ്കര ചൂടല്ലേ, അത് കുറച്ചങ്ങ് മാറ്റാന്ന്. ഇവര് സമ്മതിക്കില്ല, അവർക്ക് അത് തന്നെ ഇങ്ങനെ ഇടണം ചൂടാണെങ്കിലും. പക്ഷെ ഇപ്പൊ ആ കുട്ടി ചിന്തിക്കുന്നത് കോട്ട് ഈസ് മെന്റ് ടു ബി ബോൺ. അപ്പൊ ചൂട് കാരണം അമ്മ പതുക്കെ ആ കോട്ട് അങ്ങ് പുറത്തേക്ക് എടുത്തു. ബീച്ച് സൈഡ് എന്തോ ആണെന്ന് തോന്നുന്നു ഏപ്രിലെ. അപ്പൊ ചൂട് സമയമായിരിക്കും. അപ്പൊ കോട്ട് മാറ്റിയപ്പോഴാണ് ഈ കരച്ചിലും ബഹളവും. ആ കോട്ട് തിരിച്ചിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമായിരുന്നു. അപ്പൊ ഇത് മറിയം മോണ്ടിസോറിക്ക് മനസ്സിലായി. അപ്പം അതാണ് അവര് അങ്ങനെ ഒരു സെന്റൻസ് ഇവിടെ പറയുന്നത്. ഇത് ഇങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മദറിനോട് ചോദിച്ചു, "Will you allow me to help put on your coat?" ആ കോട്ട് ഇടാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പൊ അത് ഭയങ്കര ചൂടല്ലേ, പിന്നെ എന്തിനാന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം ബേബി പെട്ടെന്ന് തന്നെ അത് കേട്ടപ്പോഴേക്കും അവരങ്ങ് സൈലന്റ് ആയി. അവന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയതൊക്കെ അതൊക്കെ സ്റ്റോപ്പായി. അമ്മ കോട്ടോൺ, അത് അങ്ങനെ പറയാണ്. ഇത് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാനുള്ളതാണെന്നുള്ള രീതിയിൽ. നമ്മൾ കുട്ടികൾക്കും അവർക്ക് ചില ഡ്രസ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. ആ ഡ്രസ്സ് മുഷിഞ്ഞാലും ചിലപ്പോ അവരത് വേണമെന്നുള്ള രീതിയിൽ തന്നെ വാശി പിടിക്കും. അത് ഒത്തിരി അങ്ങ് മോശമായാലും അത് തന്നെ ഇടാനായിട്ട് ചിലപ്പോൾ ഇഷ്ടം കാണിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ആ ഒരു വാശി കാണിക്കുന്നതാണ് ആ ഒരു സെൻസിറ്റീവ് പീരീഡിൽ പറയുന്നത്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ചിരിയായി, അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് കാംനെസ് അവിടെ വരുവാണ്. കോട്ട് ഈസ് മെന്റ് ടു ബി വോൺ ആൻഡ് നോട്ട് ടു ഹാങ് ലൈക്ക് റാഗ് ഓവർ വൺസ്. ഒരാളുടെ കയ്യിൽ വെറുതെ തൂക്കിയിടുന്ന സാധനം എല്ലാം പോയിട്ട് അത് ഇടേണ്ടതാണ് എന്നുള്ള രീതിയിൽ അവൻ പറയും. അമ്മ കാണിച്ച ഈ ഡിസോർഡർ ആണ് കുട്ടിയെ ഒരു ഡിസ്റ്റർബൻസിന് കാരണമാക്കിയത്. അതാണ് ഇവിടെ പറയുന്നത്. സോ ആ ഒരു രീതിയിൽ പേഴ്സണാലിറ്റി കുട്ടിയിൽ വളരുക. കോട്ട് ചുമ്മാ കൈ പിടിക്കാനുള്ളതല്ല, ബട്ട് ചൂടാണ്, ചൂട് കൊണ്ടാണ് മാറ്റിയതെന്നുള്ള ആ ഒരു തോട്ട് അവനിലേക്ക് ആയിട്ടില്ല. അത്രയും പ്രായമല്ലേ. കുറച്ചുകൂടെ വലുതാകുമ്പോഴാണ് അവർക്കത് ആ ഒരു മനസ്സിലാവണേ, ചൂട് ആണ്, അപ്പൊ കോട്ടൊന്ന് മാറ്റാം. പക്ഷെ ചൂടാണെങ്കിലും ഹൗ ടു വോണ്ട് ദ കോട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് കോട്ടുണ്ടെങ്കിൽ അമ്മയും കോട്ട് ഇടണം എന്നുള്ള ഒരു വാശിയൊക്കെ ചിലപ്പോൾ കുട്ടികൾ കാണിക്കും. ഇപ്പൊ ചൂട് കാരണം കോട്ട് ഓവർകോട്ടായിരിക്കാം, ഓവർകോട്ട് മാറ്റിയതിനാണ് ആ കുട്ടി ഇത്രയും വാശി പിടിച്ചത്. സോ ഇതൊക്കെയാണ്, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മറിയം മോണ്ടിസോറി പറയുന്നതാ. നമ്മൾക്കും റിലേറ്റ് ചെയ്യാം. നമ്മൾ കുട്ടികളിൽ കാണാം ചില സമയത്ത് എന്താ പറയാ, ചൂട് സമയത്ത് നമ്മൾ നല്ല കോട്ടൺ ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ കോട്ടണിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. കുറച്ച് ഫാൻസി ആയിട്ട് ഈ മുത്തൊക്കെ പിടിപ്പിച്ച് ചില ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഡാൻസിനൊക്കെ പിള്ളേരെടുത്ത് അങ്ങനത്തെ ഡ്രസ്സിനോടായിരിക്കും ചിലപ്പോൾ താല്പര്യം, തിളങ്ങുന്ന ടൈപ്പ്. അത് ചിലപ്പോൾ അതിന് ചിലപ്പോ ഈ കൈയുടെ ഭാഗത്തൊക്കെ എലാസ്റ്റിക് ഒക്കെ ഉണ്ടാവും. നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ ചൂട് സമയത്ത് ഇറിറ്റേഷൻ ആയിരിക്കും. ബട്ട് കുട്ടിക്ക് അതല്ല, കുട്ടിക്ക് അത് ലുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അതിനോടൊരു ഇഷ്ടം ഉണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ വാശി പിടിക്കും, ആ ഉടുപ്പ് തന്നെ എനിക്ക് ഇടണം. നമ്മളുടെ ഒരു ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ കുട്ടിയെ ഡ്രസ്സ് ചെയ്യിക്കാന്ന് വിചാരിച്ചാലും ചിലപ്പോൾ കുട്ടികളെ സമ്മതിക്കണം. അതൊക്കെയാണ് ഈ ഒരു ഏജില് കാണുന്ന ഒരു ഇത്. ഓക്കെ, ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണെന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എല്ലാം അഫക്ട് ചെയ്യുന്നതിന്റെ സെൻസ് ഓഫ് ഓർഡർ. ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ്, ഓൺ ബോഡിയെ കുറിച്ചുള്ള അവയർനെസ്, അതിന്റെ പൊസിഷൻസ് മനസ്സിലാകുന്നു.
പിന്നെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റും സറൗണ്ടിങ്സുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പലതുമാണ് ഈ ഓർഡറിൽ വരുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഓക്കെ 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 താങ്ക് യു മാം. Thank you, ma'am. Night, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Good night. ബൈ. ജിഷ മാം, ഒരു ഡൗട്ട് ഉണ്ടേ. FAQ make a list of frequently asking question എഴുതാൻ പറഞ്ഞല്ലോ. എന്തോ ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻ വിത്ത് ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നാണ്, നമ്മള് ഒരു ക്ലാസ്സിൽ സ്കൂളിൽ പോകുമ്പോ ഫസ്റ്റ് ആയിട്ട് കേറുമല്ലോ. അപ്പൊ നമ്മുടെ ഇതാണ് എക്സ്പീരിയൻസ് ആണ് എഴുതേണ്ടതെന്ന് ഓർത്ത് ഞാൻ എന്റെ ഇതാണ് എഴുതി വെച്ചേക്കണത്. മീൻസ് ഞാൻ ഇങ്ങനെ എഴുതിയത് വൈ ഡിഡ് യു ബിക്കം എ പേഴ്സണൽ പ്രീ സ്കൂൾ ടീച്ചർ. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി പാഷൻ ഫോർ ടീച്ചിങ്, എംപാത്തിങ് ആൻഡ് ലവ് ഫോർ ചിൽഡ്രൻ, അങ്ങനെയൊക്കെ ഞാൻ എന്റെ ഇതിൽ എഴുതി. പിന്നെയാണ് ഞാൻ മനസ്സിലായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ. അപ്പൊ ഞാൻ ഇത് എഴുതിപ്പോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ അത് കളയണ്ട, അത് നല്ലൊരു കണ്ടക്ട് ചെയ്യാണ്. ആ പേജ് അങ്ങനെ ഇരിക്കട്ടെ. ഈ FAQ ഒരു പുതിയതായിട്ടൊരു സ്കൂൾ തുടങ്ങുമ്പോൾ പാരന്റ്സ്, അവിടെ ചേരാൻ പോകുന്ന കുട്ടികളുടെ പാരന്റ്സിന് ചില ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അതാണ് അവരുടെ ക്വസ്റ്റ്യൻസ് ആണ്. അവർ ചോദിക്കാൻ എത്രയായിരിക്കും ഫീസ്, സ്കൂൾ ടൈമിംഗ് എന്താണ്, സ്കൂൾ ബസ് ഫെസിലിറ്റി ഉണ്ടോ, ലഞ്ച് പ്രൊവൈഡ് ചെയ്യും, കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ബുക്സ് പ്രൊവൈഡ് ചെയ്യും, യൂണിഫോം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും, അങ്ങനെയൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ. പുതിയതായ ഒരു സ്കൂൾ തുടങ്ങാൻ പോകും. ഇപ്പൊ ദീപ ഒരു സ്കൂൾ തുടങ്ങാൻ പോകുമ്പോൾ അതിന് ആഡ് ഒക്കെ കൊടുക്കുന്നു. സോ പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാകും. അതാണ് നമ്മൾ FAQ എഴുതുന്നത്. അപ്പൊ എനിക്ക് ശില്പനോട് ചോദിച്ചപ്പോ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ ഇത് എഴുതി പോയോണ്ട് ടീച്ചർ മിസ്സിനോട് ഇത് നല്ലൊരു കണ്ടന്റ് തന്നെയാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തോട്ട് കൂടി ആയിപ്പോയി. അത് അങ്ങനെ തന്നെ വെച്ചോളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഗുഡ് ഈവനിങ് കിട്ടിയത്. ഇവർക്ക് മിസ്സിനെ കാണും, മിസ്സിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഇവർക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് തന്നെ പറയണം. തീരുമ്പോഴും എന്നെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്കത്തില്ല. അത് എന്നും ഇത് തന്നെ. വേറൊരു ക്ലാസ്സിൽ ഗുഡ് ബൈ പറയാനായിരുന്നു ഇഷ്ടം.